ഹലോ, ഗുഡ് മോർണിംഗ്. ഈസ്റ്ററും സ്പ്രിങ്ങും ഒക്കെയാണ് ഇനി വരാൻ പോകുന്നത്. അതിനു വേണ്ടിയുള്ള ചെറിയ ഹോം ഡെക്കേഴ്സ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അതിനായി പഴയ ഷർട്ടാണ് ഞാനിവിടെ റീയൂസ് ചെയ്യുന്നത്. ആദ്യം ചെയ്യുന്ന ഒരു ഈസ്റ്റർ ഡെക്കോറായിട്ട് എടുക്കുന്ന ഒരു ക്യാരറ്റ്. അതിനുവേണ്ടി ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. വീണ്ടും ആ ക്ലോത്തിനെ ഒരു കോൺ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് അതിനകത്ത് കോട്ടൺ വെച്ച് ഫില്ല് ചെയ്യുന്നു. ഫില്ലായി കഴിയുമ്പോൾ ഒരു ഗ്രീൻ കളറിൽ റിബൺ വെച്ചിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ലീഫുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രീൻ കളർ വേറെ എന്തെങ്കിലും ക്ലോത്തോ എന്ത് വേണം യൂസ് ചെയ്യാം. ആ ഷേപ്പ് കിട്ടത്തക്ക രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈസ്റ്റർ ബണ്ണിയാണ്. അപ്പം അതിനായിട്ട് 2 പീസ് ക്ലോത്ത് അതിൽ ഏകദേശം ഒരു ആർച്ച് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അത്യാവശ്യം വലിയ ഷേപ്പായിരിക്കണം. അങ്ങനെയുള്ള ഷേപ്പിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജുകൾ സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതിനകത്ത് കോട്ടൺ വെച്ച് ഫില്ല് ചെയ്യുക. ഞാൻ ഒരുപാട് കോട്ടൺ യൂസ് ചെയ്തിട്ടില്ല, അത്യാവശ്യം കോട്ടൺ വെച്ചിട്ടുള്ള. നിറയെ കോട്ടൺ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു ഷേപ്പിൽ അത് നിൽക്കും. പിന്നീട് ഒരു ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ബോഡിയും ഹെഡും സെപ്പറേറ്റ് ചെയ്യുക. ഷർട്ടിൻ്റെ കോളർ പോർഷൻ കട്ട് ചെയ്തിട്ട് ബണ്ണിയുടെ ഇയറായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ആ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഒരു ക്രാഫ്റ്റ് വെയർ യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലും ഫ്ലെക്സിബിളാക്കി എടുക്കാൻ പറ്റും. ഈ ഇയറിനെ ഹെഡുമായിട്ട് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നീട് ബ്ലാക്ക് കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ബണ്ണിയുടെ ഐസും നോസും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലാസ്റ്റിൽ ഒരു ക്യൂട്ട് റിബണൂടെ നമ്മൾ നേരത്തെ ടൈ ചെയ്ത പോർഷനിലേക്ക് ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡെക്കേഴ്സ് ഹാങ്ങിങ് ഡെക്കേഴ്സാണ്. അതിനു വേണ്ടി ചിക്കൻ്റെ ഷേപ്പിലും ബണ്ണിയുടെ ഷേപ്പിലും, അതായത് അതിൻ്റെ ബോഡി പാർട്ട് മാത്രം നമ്മളൊരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്തിട്ട് ക്ലോത്തിലൊട്ടിച്ച് ഫിനിഷ് ആക്കി എടുക്കുക. ഹാങ് ചെയ്ത് കിടക്കാൻ വേണ്ടി നമുക്ക് ത്രെഡ് യൂസ് ചെയ്യാം. ത്രെഡ് യൂസ് ചെയ്ത് അതിനെ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ കൊടുക്കാം. കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് ചെയ്യുക. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈസ്റ്ററിനും അതേപോലെ തന്നെ സ്പ്രിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റീത്താണ്. കാർഡ്ബോർഡ് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് റോപ്പ് വെച്ച് കവർ ചെയ്തെടുക്കുക. അത്യാവശ്യം കട്ടിയുള്ള കാർഡ്ബോർഡാണെങ്കിൽ അത് കുറച്ചുകൂടെ സ്റ്റിഫായിട്ട് നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ 2 പീസ് കാർഡ്ബോർഡ് വേണ്ടി വരും. സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. വീണ്ടും അത്യാവശ്യം വലിയൊരു സ്ക്വയർ ഷേപ്പിൽ ക്ലോത്ത് എടുത്ത് അതിനെ മടക്കി അതിൻ്റെ 2 ഭാഗവും കർവ് ആകുന്ന രീതിയിൽ കട്ട് ചെയ്ത് നിവർത്തുമ്പോൾ ഈ ഒരു ഷേപ്പിൽ കിട്ടത്തക്ക രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. കോളറിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ട് അതിനെ വീണ്ടും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു. നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്തും ഈ കോളർ പോർഷനും കൂടെ ചേർത്ത് ഒരു റിബൺ പോലെ ഉണ്ടാക്കുന്നു. പഴയ പേപ്പർ ബാഗിൻ്റെ ഹാങ്ങിങ്ങിനെ ഞാൻ റീത്തിൻ്റെ ഹാങ്ങിങ്ങായിട്ട് ഇവിടെ റീയൂസ് ചെയ്തിരിക്കുകയാണ്.
ഇനിയുള്ളത് എൻ്റെ കുറച്ചുകൂടെ ഫേവറേറ്റ് ആയിട്ടുള്ള പോർഷനാണ്. കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്യുക, ഫ്ലവേഴ്സൊക്കെ യൂസ് ചെയ്യുക. ഞാൻ ഇതിനകത്തൊരു ചിക്കൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടി കാർഡ്ബോർഡിനകത്ത് ചിക്കൻ്റെ ഷേപ്പ് കട്ട് ചെയ്തിട്ട് ജൂട്ട് കവർ ചെയ്തിട്ട് എന്നിട്ട് ബാക്കി കളേഴ്സ് കൊണ്ട് ഡീറ്റെയിൽസ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അതിനിരിക്കാൻ വേണ്ടി ഒരു ചെറിയ നെസ്റ്റും ഈസ്റ്റർ എഗ്സും അങ്ങനെയൊക്കെയുള്ള വെച്ചിട്ട് ഉള്ളൊരു ഡെക്കറേഷൻ പോർഷനാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ചെയ്തിരിക്കുന്ന എല്ലാ ഡെക്കോസും പഴയ ഷർട്ടിന് റീയൂസ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്, ലോ കോസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. See you on next video. Take care. Bye bye.